അസ്സലാമലൈക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തിക ഭദ്രതയാണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്നും ടെൻഷൻ അടിക്കാറാണുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിൽ സാമ്പത്തികമുള്ള ആശങ്കകൾ ഉണ്ട്. ഇതിന് പരിഹാരമായി നമ്മുടെ ഇസ്ലാമിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഉപജീവനം എന്ന് പറയുന്നത് സമ്പത്ത്, പണം എന്നൊന്നുമല്ല. ഇസ്ലാമിൽ അത് റിസ്ക്കാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന എല്ലാത്തരം അനുഗ്രഹങ്ങളാണ്. അറിവ്, ആരോഗ്യം, മനസ്സമാധാനം, പിന്നെ തീർച്ചയായും സമ്പത്തുമുണ്ട്. ഇതിൻ്റെ എല്ലാ അവകാശിയും അള്ളാഹുവാണ്. അള്ളാഹു നിന്നുള്ള റിസ്ക് വർദ്ധിക്കാൻ ഖുർആൻ തന്നെ ചില വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ചില സൂറത്തുകളുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് വാക്യാണ്. നമ്മൾ വാക്യം എല്ലാവരും ഓതുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. ഒന്നാമത് വാക്യാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്നാണ് ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തിൽ വാക്കിയ ദിവസം ഓതുന്ന ആൾക്ക് ഒരിക്കലും ദാരിദ്ര്യം വരികയില്ലെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് അർത്ഥം അറിഞ്ഞ് ഓതിയാൽ ഗുണം ഏറെയാണ്. സൂറത്ത് വാക്യം മാത്രമല്ല, വേറെ ചില സൂറത്തുകളുണ്ട്. കിടക്കുന്നതിന് മുമ്പ് സൂറത്ത് മുഴുവൻ ഓതിയ കബശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ്. അതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതും നല്ലതാണ്, അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് ദാരിദ്ര്യം മാറാൻ നല്ലതാണ്. ഇതെല്ലാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. നമ്മുടെ ഉപജീവനത്തിനും ബർക്കത്ത് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത് സമാധാനമാണ്. അത് ലഭിക്കും. പിന്നെ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകും. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ രീതിയിൽ ഓതാൻ ശ്രമിക്കുക. നിയത്ത് വെക്കുക. എന്താണോ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് നമ്മൾ പറയുക. തവക്കുൽ, അള്ളാഹുവിൻ്റെ പൂർണ്ണമായി ഭാരമേൽപ്പിക്കുക. ഹലാലായ മാർഗത്തിൽ പരിശ്രമിക്കുക. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എന്നും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.